Good morning, ma'am. Good morning, all. ഇപ്പൊ നമ്മള് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്നൊരു ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതില് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്, 3 type of patient, that is general outpatient, emergency outpatient, then referred outpatient. അവിടെ വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയിരിക്കുന്നത്. ആണോ? ഓർമ്മയുണ്ടോ? വായിക്കുന്നുണ്ടോ നിങ്ങള്? ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്? 3 ടൈപ്പ് പേഷ്യൻസിനെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ജസ്റ്റ് അതൊന്ന് നോക്കാം കേട്ടോ. ഇത് നമുക്ക് അതിന്റെ കമ്മ്യൂണിക്കേഷൻ എടുക്കാം. ജനറൽ ഔട്ട് പേഷ്യന്റ്. അപ്പൊ ബേസ്ഡ് ഓൺ നമ്മൾ പേഷ്യൻസിനെ 3 ടൈപ്പായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ജനറൽ ഔട്ട് പേഷ്യന്റ് നമ്മൾ പറഞ്ഞത്. ഓൾ പേഷ്യന്റ് അതർ ദാൻ എമർജൻസി ഹു റിപ്പോർട്ട് ഡയറക്ട്ലി ടു OPD അല്ലെ. എമർജൻസി ഒഴികെയുള്ള എല്ലാ പേഷ്യൻസും, OPD എല്ലാ പേഷ്യൻസിനെയും നമ്മൾ ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുന്നത്. എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമായിട്ട് വരുന്ന പേഴ്സൺസിനെയാണ് നമ്മൾ എമർജൻസി ഔട്ട് പേഷ്യന്റ്. റഫർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യന്റിന് നമ്മൾ ഡോക്ടറെ പോയി കണ്ടു, അപ്പോൾ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിന്റെ അടുത്ത് റഫർ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ റഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം, മാനേജീരിയൽ കൺസിഡറേഷൻ. അതായത് നമ്മള് ഒരു ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യന്റിന്റെ വിഭാഗത്തിൽ നിന്ന് നമുക്ക് വരുന്ന കൺസിഡറേഷൻസ്, പരിഗണനകൾ എന്തൊക്കെയാണെന്ന്, പേഷ്യൻസിന് കൊടുക്കുന്ന പരിഗണനകൾ. ഓക്കെ, പോയിന്റ് ആണ്, ജസ്റ്റ് പോയിന്റുകൾ വായിക്കുക. പബ്ലിക് റിലേഷൻ അല്ലെ, പൊതുവായിട്ടുള്ള പബ്ലിക്കുമായിട്ടുള്ള ഒരു ബന്ധം വേണം. അതുപോലെ തന്നെ വാർത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു ഊഷ്മളത, ഒരു പ്ലസന്റ് മൈൻഡോട് കൂടി തന്നെ എല്ലാവരോടും ബിഹേവ് ചെയ്യാം. റെസ്പെക്ട്, ബഹുമാനം അല്ലെ. ഇപ്പൊ സ്റ്റാഫുകൾക്കാണെങ്കിലും പേഷ്യൻസിനോട് സംസാരിക്കുമ്പോഴും മറ്റും ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് അവരെ സംസാരിക്കുക. മിനിമം വെയിറ്റിംഗ് അല്ലെ, പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മിനിമം വെയിറ്റിംഗ് അല്ലെ. നമ്മൾ ഒത്തിരി ടൈം ഇപ്പൊ ഡോക്ടറെ കാണാനും അതുപോലെ തന്നെ മെഡിസിൻ വാങ്ങിക്കാനും നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പോ മിനിമം വെയിറ്റിംഗ്, അത്യാവശ്യം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ പേഷ്യൻസിന്റെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കുക. ക്ലീൻലിനെസ്, ശുചിത്വം. ദെൻ ഗുഡ് ആംബിയൻസ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കാം ഹോസ്പിറ്റലിൽ വേണ്ടത്. ദെൻ ക്യാൻറ്റീൻ ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം. പേഷ്യന്റ് ഹിയറിംഗ്, പേഷ്യൻസിനെ കേൾക്കുക, അതായത് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്. ഈ പേഷ്യൻസിന് ചിലപ്പോൾ ഒട്ടും അറിയില്ലാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും. അപ്പോ അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് കേൾക്കുക. വെന്റിലേഷൻ, ആവശ്യത്തിന് വായുവും വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ടായിരിക്കണം. വാട്ടർ സപ്ലൈ അല്ലെ, ഇപ്പൊ കുടിവെള്ളത്തിനാണെങ്കിലും മറ്റും ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഉണ്ടായിരിക്കണം. OPD ടൈമിങ്സ്, കൃത്യമായിട്ടുള്ള ടൈമിങ്ങും കാര്യങ്ങളായിരിക്കണം ഒരു OPDയിലും ചെയ്യേണ്ടത്. ഇത്രയുമാണ് മാനേജീരിയൽ കൺസിഡറേഷൻ, നമുക്ക് ഹോസ്പിറ്റലിൽ നൽകുന്ന പരിഗണനകൾ. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്സ്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ആ പോയിന്റ് മാത്രം വായിക്കാം കേട്ടോ. പോയിന്റ് അതുപോലെ തന്നെ പഠിച്ചിരിക്കണം. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, എന്താ മാനേജീരിയൽ കൺസിഡറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നമ്മൾ ഈ പോയിന്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ഒന്നുമില്ല, ജസ്റ്റ് പോയിന്റ് മാത്രം പഠിക്കാനുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, പോയിന്റ് ഒന്ന് വായിക്കാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ച പോയിന്റ്സ് എല്ലാവരും? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കാം, OPD പ്രോസസ്സ്. നമ്മൾ OPDയിലേക്ക് വരുന്നതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഫ്ലോ ചാർട്ട് ഓഫ് ക്ലയന്റ് OPD. നോക്കാം, എൻക്വയറിയിൽ വരുന്നു, രജിസ്ട്രേഷൻ, വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്തു, ഡോക്ടറെ കണ്ടു, ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു, ഫാർമസി, ദെൻ എക്സിറ്റ്. ഓക്കെ, ഈ സെയിം ഒരു ഫ്ലോ ചാർട്ട് തന്നെയാണ് കുറച്ചും കൂടി അവർ ഡെവലപ്പ് ചെയ്ത് തന്നിരിക്കുകയാണ് കേട്ടോ.
OPD പ്രോസസ് ആണ്. ഒരു പേഷ്യന്റ് OPD-യിലേക്ക് വരുന്നു, അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഫ്ലോ ചാർട്ട് തന്നെയാണ്. ഇവിടെ കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. നോക്കാം. ഫസ്റ്റ് വൺ, അറൈവിംഗ് അറ്റ് OPD. നമ്മൾ OPD-യിലേക്ക് അറൈവ് ചെയ്തു. ദെൻ നമ്മൾ റിസപ്ഷനിലേക്ക് വന്നു. ദെൻ രജിസ്ട്രേഷൻ ചെയ്തു. ദെൻ നമുക്ക് അവിടെ നിന്ന് എന്ത് തന്നു? ഇഷ്യൂ ഓഫ് ടോക്കൺ നമ്പർ. പേഷ്യന്റ് നമുക്ക് ടോക്കൺ നമ്പർ തരുന്നു. ദെൻ നമ്മൾ ആ നമ്പർ എന്ത് ചെയ്തു? വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ വെയിറ്റിംഗ് റൂമിൽ ഇരുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ. ഡോക്ടറെ കണ്ടു. കൺസൾട്ടേഷൻ ഒക്കെ നമ്മൾ ചെയ്തു. അപ്പൊ ഡോക്ടർ ചിലപ്പോ ഇൻവെസ്റ്റിഗേഷൻസ് തരും. അതായത് ഇൻവെസ്റ്റിഗേഷൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ എക്സ്റേ എടുക്കാനോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ നടത്താനോ ഏതെങ്കിലും ഒരു ടെസ്റ്റുകൾ നടത്താനായിട്ട് ഡോക്ടർ നമുക്ക് എഴുതാം. സോ നമ്മൾ എന്ത് ചെയ്തു? കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോയി. അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ ഏതെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട്, ചിലപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാനായിരിക്കാം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്റേ എടുക്കാനോ സ്കാനിങ് എടുക്കാനോ അങ്ങനെ ഏതെങ്കിലും ടെസ്റ്റുകൾ ഡോക്ടർ നമുക്ക് ഇഷ്യൂ ചെയ്തു. ദെൻ നമ്മളപ്പോ എന്ത് ചെയ്തു? ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പോയി, ടെസ്റ്റുകൾ ചെയ്യാനും മറ്റും പോയി. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ചിലപ്പോൾ റിസൾട്ട് കാണിക്കാനായിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കാം. തിരികെ നമ്മൾ രണ്ടാമത് റിപ്പീറ്റ് വരാറുണ്ട്. അതാണ് ആരോ മാർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തേക്കുന്നത്, ബാലൻസ് ചെയ്ത് തേക്കുന്നത്. കണ്ടോ? ക്ലിയർ ആയോ? ഡോക്ടറെ കണ്ടു. ഡോക്ടർ ചിലപ്പോൾ നമ്മളോട് ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞു. ദെൻ ടെസ്റ്റ് ചെയ്യാൻ പോയി. വീണ്ടും നമ്മൾ ടെസ്റ്റിന്റെ റിസൾട്ട് ഡോക്ടറെ കാണിക്കണം. അപ്പൊ നമ്മൾ റിസൾട്ട് കാണിച്ചു. ഡോക്ടർ നമുക്ക് മെഡിക്കൽ ഷീറ്റ് നൽകി, അല്ലെ? അപ്പൊ റിസൾട്ട് കാണിച്ചതിന് ശേഷം ഒരു കാര്യം കൂടി, ഒരു ആരോ കൂടി വരുന്നുണ്ട് ഇങ്ങോട്ട്. നമുക്ക് ഈ റെഫറൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ വരെയും ക്ലിയർ ആണോ? നമ്മൾ അറൈവിംഗ് OPD-യിൽ വന്നു, റിസപ്ഷനിൽ ചെയ്തു, രജിസ്ട്രേഷൻ ചെയ്തു, ടോക്കൺ നമ്പർ എടുത്തു, വെയിറ്റ് ചെയ്തു, ഡോക്ടറെ കണ്ടു, ഡോക്ടർ ഇൻവെസ്റ്റിഗേഷൻ എഴുതി, ഇൻവെസ്റ്റിഗേഷന്റെ റിസൾട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കുന്നു. ഓക്കെ. അപ്പൊ റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറയണം, ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോൾ ചിലപ്പോ BP ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ചിലപ്പോൾ ആൾക്കുള്ള ക്ഷീണം അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. സോ പേഷ്യന്റിന്റെ ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര ഷുഗർ ആണ്, ഹൈ മീൻസ് നോർമൽ അല്ല, അതിലും വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഷുഗർ ആണ് പോയിന്റ് നമ്മൾ കണ്ടത്. സോ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ആ സെയിം ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും ഒന്ന് ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. സോ റഫറൽ സ്പെഷ്യൽ മീൻസ് ഏതെങ്കിലും ഇപ്പോ ഡയബറ്റിക് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ അതുപോലെ ഇപ്പോ ഏതാണോ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ നമ്മൾ കാണുന്ന ഡോക്ടർ റെഫർ ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ റിസൾട്ട് കാണിക്കുമ്പോൾ വീണ്ടും ആ ഡോക്ടർ ഒരു റെഫറൽ സ്പെഷ്യലിസ്റ്റ് അടുത്ത് നമ്മൾ റെഫർ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? ആ റെഫറൽ ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിന്റെ കയ്യിൽ ഡോക്ടറുടെ അടുത്ത് പോകുന്നു. ദെൻ ആ ഡോക്ടറെ കണ്ട് ഡോക്ടർ മെഡിസിൻ ഒക്കെ തരുന്നു. ഇഷ്യൂവൻസ് ഓഫ് മെഡിക്കൽ ചീട്ട്, മെഡിസിൻ വാങ്ങിക്കാനുള്ള ചീട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നു. ദെൻ നമ്മൾ ആ ചീട്ടുമായിട്ട് അറൈവിംഗ് അറ്റ് ഫാർമസിയിലേക്ക് പോയി. അവിടെയും ടോക്കൺ നമ്പർ സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ടോക്കൺ നമ്പർ എടുത്തു. ദെൻ ഫാർമസിയിൽ വെയിറ്റ് ചെയ്തു, നമുക്ക് മെഡിസിൻ കിട്ടി. കളക്ഷൻ ഓഫ് മെഡിസിൻ ആൻഡ് ഡിപ്പാർച്ചർ, നമ്മൾ തിരികെ പുറത്തേക്ക് പോയി. ക്ലിയർ ആണോ? ഫ്ലോ ചാർട്ട് നമ്മൾ ഓൾറെഡി പഠിച്ച ഫ്ലോ ചാർട്ട് തന്നെയാണ്. ഇവിടെ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി പറയാട്ടോ, ശ്രദ്ധിക്കാം. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. OPD പ്രോസസ് ആണ്. അപ്പോ ഫസ്റ്റ് വൺ, ഒരു പേഷ്യന്റ് OPD-യിലേക്ക് അറൈവ് ചെയ്തു. ദെൻ ആള് റിസപ്ഷനിലേക്ക് വന്നു. നമ്മൾ റിസപ്ഷനിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു, രജിസ്ട്രേഷൻ ചെയ്തു. നമുക്ക് അവിടുന്ന് ടോക്കൺ നമ്പർ തന്നു. ദെൻ നമ്മൾ ആ ടോക്കൺ നമ്പറുമായിട്ട് വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തു. ദെൻ നമ്മൾ ഡോക്ടറെ കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടറെ കൺസൾട്ടേഷൻ കണ്ടു. അപ്പൊ ഡോക്ടർ നമ്മളോട് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞു. അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേഷന് പോയി. വീണ്ടും റിപ്പീറ്റ് നമ്മൾ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ കാണാൻ വരുന്നു. അപ്പൊ ഡോക്ടർ റിപ്പോർട്ടിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു റെഫറൽ വേറൊരു ഡോക്ടറെ നമുക്ക് റെഫർ ചെയ്യുന്നു. ദെൻ റെഫറൽ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ഡോക്ടർ, അതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പൊ ഡോക്ടർ ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഷുഗർ ഭയങ്കര ഹൈ ലെവൽ ആണെങ്കിൽ ഡോക്ടർ സജസ്റ്റ് ചെയ്യും ഡയബറ്റിക് ഷുഗറിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാകും. സോ ആ ഡോക്ടറെ പോയി ഒന്ന് കാണണം, റെഫർ ചെയ്യുന്നു. അതാണ് റെഫറൽ സ്പെഷ്യൽ ഉദ്ദേശിക്കുന്നത്. അത് ഡയബറ്റിക്കിന്റെ മാത്രമല്ല, ഇപ്പൊ നമ്മള് ഇപ്പൊ ഗൈനക് സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, അല്ലെ? ഇപ്പൊ ഗൈനക്കിന്റെ ഡോക്ടർ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്താ ന്യൂറോന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാകാം, അല്ലെ? ഓർത്തോപീഡിയ, അങ്ങനെ പല ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡോക്ടർ റെഫർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? റെഫറൽ സ്പെഷ്യൽ ഡൗട്ട് ചോദിച്ചാല് ക്ലിയർ ആണോ? റെഫറൽ സ്പെഷ്യൽ ഓക്കെ.
അപ്പോൾ നമ്മൾ റെഫറൽ സ്പെഷ്യൽ ഡോക്ടറെ കണ്ടു, ദെൻ മെഡിസിൻസ് ഒക്കെ ഇഷ്യൂ ചെയ്തു, ദെൻ നമ്മൾ അറൈവിംഗ് ഫാർമസിയിലേക്ക് പോയി. അവിടെയും നമുക്ക് ടോക്കൺ നമ്പർ സിസ്റ്റം ഉണ്ട്. ടോക്കൺ നമ്പർ എടുത്തു, വെയിറ്റ് ചെയ്തു, മെഡിസിൻസ് കളക്ട് ചെയ്തു, ദെൻ ഡിപ്പാർച്ചർ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. OPD പ്രോസസ്സ് വായിക്കാം. ഇഷ്യൂവൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൽകിയത് മീൻസ് മെഡിസിൻസും മറ്റും ചീട്ടുകൾ പ്രിസ്ക്രിപ്ഷൻ തരില്ലേ, നമ്മൾ ആ ചീട്ട് കൊണ്ടല്ലേ മെഡിസിൻ വാങ്ങിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഫ്ലോ ചാർട്ട് ഒന്ന് വായിക്കാം, മനസ്സിലാക്കി വായിക്കാം. വായിക്കുമ്പോൾ തന്നെ അത് പഠിച്ചു പോവാൻ ശ്രമിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ഫ്ലോ ചാർട്ട് ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് വൺ നോക്കാം, മാനേജ്മെന്റ് സ്ട്രക്ചർ. ഇങ്ങനെയാണ് മാനേജ്മെന്റ് സ്ട്രക്ചർ. ഓക്കെ, മാനേജ്മെന്റ് സ്ട്രക്ചർ ആണ് പറയുന്നത്. 4 പോയിന്റ് ആണ് മാനേജ്മെന്റ് സ്ട്രക്ചറിൽ പറയുന്നത്. ഫ്ലോ ഓഫ് പേഷ്യൻസ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. അല്ലെ, ഫ്ലോ ഓഫ് പേഷ്യൻസിന്റെ ഒഴുക്കിന് സ്മൂത്ത് ആയിട്ട് നമ്മൾ എളുപ്പത്തിലും അതുപോലെ വേഗത്തിലും ആയിരിക്കണം എന്ന്. ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്നത് അല്ലെ, ഭയങ്കര തിക്കും തിരക്കും ഒന്നും ആകാതെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പേഷ്യൻസിനെ നമ്മൾ മാനേജ് ചെയ്യണം. ഈസി ആൻഡ് ക്വിക്ക്, പെട്ടെന്ന് വേഗത്തിൽ തന്നെ നമ്മുടെ പേഷ്യൻസിനെ, ഇപ്പൊ ചില ഹോസ്പിറ്റലിലൊക്കെ ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും ചില ദിവസങ്ങളിലൊക്കെ അല്ലെ. അപ്പോ അങ്ങനെ ഭയങ്കര തിക്കും ഫ്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒഴുക്ക്, അതായത് പേഷ്യൻസ് വരുന്നത് ഹോസ്പിറ്റലിൽ ഇങ്ങനെ പേഷ്യൻസ് ധാരാളമായിട്ട് വരുന്നത് നമ്മൾ അതിന് സ്മൂത്ത് ആയിട്ട് മാനേജ് ചെയ്യാൻ. ഓക്കെ, തിരക്കും പ്രശ്നങ്ങളൊന്നും കൂടാതെ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് ഈസി ആയിട്ട് അവരെ എന്ത് ചെയ്യാം, സ്മൂത്ത് ആയിട്ട് തന്നെ അവരെ ഡീൽ ചെയ്യാം. സെക്കൻഡ് വൺ, പ്രൊവിഷൻ ഓഫ് സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക ഹോസ്പിറ്റലിൽ. ചില ഹോസ്പിറ്റലിലൊക്കെ വളരെ കുറവായിരിക്കും സ്റ്റാഫുകളുടെ എണ്ണം അല്ലെ. അപ്പോൾ പേഷ്യൻസ് വരുന്നതനുസരിച്ച് അവരെ മാനേജ് ചെയ്യാനായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കില്ല. സോ പ്രൊവിഷൻ ഓഫ് സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ് അല്ലെ, ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക. ദെൻ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന അല്ലെ പേഷ്യൻസുകൾ വരുന്ന അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളും ഉണ്ടായിരിക്കണം. 3 പോയിന്റ് ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞത്, പേഷ്യൻസിന്റെ ഫ്ലോ സ്മൂത്ത് ആയിരിക്കണം. അതായത് ഒരുപാട് പേഷ്യൻസുകൾ വരുമ്പോൾ അവരെ നമ്മൾ നല്ല രീതിയിൽ ഡീൽ ചെയ്യുക, അതുപോലെ വേഗത്തിൽ തന്നെ അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുക, ഡീൽ ചെയ്യുക. ദെൻ സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്, ആവശ്യത്തിന് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കുക. ദെൻ പാർക്കിംഗ് ഫെസിലിറ്റീസ് വേണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കാം, ഓർഗനൈസേഷണൽ കോമ്പോണൻസ് ഓഫ് OPD. ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്യുക കേട്ടോ. ഓർഗനൈസേഷണൽ കോമ്പോണൻസ്, ഒരു OPDയിലെ ഓർഗനൈസേഷണൽ കോമ്പോണൻസ് മീൻസ് ഒരു സംഘടനാപരമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. മെയിൻ ആയിട്ട് 4 കോമ്പോണൻസ് ആണ് ഉള്ളത്. 4 കോമ്പോണൻസ് വരുന്നത്. ഫസ്റ്റ് വൺ മെഡിക്കൽ സ്റ്റാഫ്, സെക്കൻഡ് വൺ നഴ്സിംഗ് സ്റ്റാഫ്, ദെൻ സബ്സിഡിയറി സ്റ്റാഫ് ആൻഡ് ക്ലറിക്കൽ സ്റ്റാഫ്. 4 ഘടകങ്ങളാണ് ഒരു OPDയിലെ കോമ്പോണൻസ് എന്ന് പറയുന്നത്. മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, സബ്സിഡിയറി സ്റ്റാഫ് ആൻഡ് ക്ലറിക്കൽ സ്റ്റാഫ്. ഓക്കെ, ഈ 4 പേരാണ് ഒരു OPDയിലെ ഏറ്റവും മുഖ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയാം. ഫസ്റ്റ് വൺ മെഡിക്കൽ സ്റ്റാഫ് അല്ലെ, സെൻട്രൽ ടു ഓർഗനൈസേഷൻ. ഒരു മെഡിക്കൽ സ്റ്റാഫ് ആണ് ആ ഒരു ഓർഗനൈസേഷന്റെ സെൻട്രൽ, ഒരു കേന്ദ്രം എന്ന് പറയുന്നത് അല്ലെ. ഒരു മെഡിക്കൽ സ്റ്റാഫിനെ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ കൊടുക്കേണ്ടത് ആണോ? ഒരു ഹോസ്പിറ്റലില് ക്ലറിക്കൽ സ്റ്റാഫിനാണോ മെഡിക്കൽ സ്റ്റാഫിനാണോ പ്രാധാന്യം നൽകുക?
മെഡിക്കൽ സ്റ്റാഫിനല്ലേ നമ്മളുടെ ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാവുന്നത് ആർക്കാണ്? മെഡിക്കൽ സ്റ്റാഫിനാണ്. സോ മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് സെൻട്രൽ ടു ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ഒരു സെന്റർ തന്നെയാണ് മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നതാണ് നഴ്സിംഗ് സ്റ്റാഫ്. നഴ്സിംഗ് സ്റ്റാഫിൽ ഉൾപ്പെടുന്നവരാണ് നഴ്സസും അതുപോലെ തന്നെ ANMs. എന്താ ANM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് അല്ലെ? ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫ് എഴുതി വെക്കാട്ടോ അറിയില്ലാത്തവര്. ഓക്സിലറി ANMന്റെ അവിടെ തന്നെ എഴുതി വെച്ചോളൂ. ANMന്റെ ഫുൾ ഫോം എഴുതി വെക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫ്. ആൻഡ് എന്ന് പ്രത്യേകം വേണം, അതാണ് ശരിയായിട്ടുള്ള എക്സ്പാൻഷൻ ഫോം. ഓക്കെ, ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫ്. സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് എഴുതിക്കോളോ, കമന്റ് ചെയ്യണോ? ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫ് എന്നാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളത്. ഞാൻ എഴുതി തരാം, ശ്രദ്ധിച്ച് എഴുതാട്ടോ. Auxiliary nurse and auxiliary nurse and midwife. And വേണം. ഓക്കെ, എക്സാമിന് ചോദിക്കും, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കൂ. ഓക്കെ, അപ്പോ നേഴ്സസും അതുപോലെ ANM. നേഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ BSc നേഴ്സ് അല്ലെങ്കിൽ ജനറൽ നേഴ്സ് ഒക്കെ വരാം. ANM എന്ന് പറയുന്നത് എന്താണ്? അപ്പോ ANM കേട്ടിട്ടുണ്ടോ? ANM ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫ് ആണെന്ന് പറഞ്ഞു. എന്താണ് ഈ ANM? അറിയാമെങ്കിലും അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാട്ടോ. കുഴപ്പമില്ല, നിങ്ങളുടെ ഐഡിയയില് നിങ്ങളുടെ അറിവിൽ എന്താണ് ANM? ഒരു ഐഡിയ ഇല്ല. നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് അല്ലെ? അതായത് ഡിപ്ലോമ കോഴ്സ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യുന്നവര്. മീൻസ് അവര് BScയോ അങ്ങനെയുള്ള നഴ്സിംഗൊന്നും അല്ല പ്രൊഫഷണൽ എടുത്തേക്കുന്നത്, ഡിപ്ലോമ കോഴ്സുകളാണ്. ഓക്കെ, ഓക്സിലറി അതായത് നഴ്സിംഗ് അസിസ്റ്റന്റ്. നെക്സ്റ്റ് വൺ പറയുന്നത് സബ്സർവിയന്റ് സ്റ്റാഫ്. സബ്സർവിയന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? മലയാളത്തിൽ എന്താ പറയാ? സബ്സർവിയന്റ് മീൻസ് അധീനമായ. മലയാളത്തിലാണ് കേട്ടോ പറയുന്നത്, പ്രോപ്പർ മലയാളം അധീനമായ. എന്തെങ്കിലും ഒരു കീഴില്, ഏതെങ്കിലും ഒരു ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവര്. എക്സാമ്പിൾ നോക്കി, റേഡിയോളജി, ലബോറട്ടറി ആൻഡ് ECG. റേഡിയോളജി, ലബോറട്ടറി, ECG. അപ്പോ റേഡിയോളജി എന്ന് പറയുമ്പോൾ ആ റേഡിയോളജിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും. ഓൾറെഡി അവര് റേഡിയോളജിന്റെ അതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. ലബോറട്ടറിയിൽ നിൽക്കുന്നവര് MLTയോ അല്ലെങ്കിൽ BMLT അങ്ങനെ കോഴ്സ് ചെയ്തവരാണ് അല്ലെ? അപ്പൊ അവർ അതിൽ മാത്രം അധികമായിട്ട് നിൽക്കുന്നവരാണ്. ECG ആണെങ്കിൽ അവർ അതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. സബ്സിഡിയേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിലധികമായിട്ട് നിൽക്കുന്നവര്. ഈ റേഡിയോളജിയിലെ ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന ഒരാളെ പിടിച്ച് നമുക്ക് ഫാർമസിയിൽ കൊണ്ട് നിർത്താൻ പറ്റോ? സാധിക്കും അങ്ങനെ? ഇല്ല. അതുപോലെ ഫാർമസിയിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫിന് നമുക്ക് റേഡിയോളജിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവര് ആ ഒരു ഒന്നിന്റെ കീഴിൽ അധീനമായിട്ട് നിൽക്കുന്നവരാണ്. ഓക്കെ, അപ്പൊ അതാണ് സബ്സിഡിയേറ്റ് സ്റ്റാഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. റേഡിയോളജി, ലബോറട്ടറി. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഫാർമസി വേണമെങ്കിൽ നമുക്ക് പറയാം. ഫാർമസിയിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫിന് റേഡിയോളജി പോയിട്ട് നിൽക്കാൻ പറഞ്ഞാൽ പറ്റില്ല, കാരണം അവർക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ട്. ഇല്ലേ? ക്ലിയർ ആണോ? സബ്സർവിയന്റ് എന്താണെന്ന് നോക്കിയായോ? ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അധീനതയിൽ നിൽക്കുന്നവരാണ്. അവർക്ക് ഓൾറൗണ്ട് പോകാൻ പറ്റില്ല, കാരണം അവർ അതിനെ കുറിച്ചിട്ടുള്ള അറിവ് അവർക്കില്ല. ഓക്കെ, ഇപ്പൊ സബ്സിഡിയേറ്റ് സ്റ്റാഫുകളാണ് റേഡിയോളജി, ലബോറട്ടറി. എക്സാമ്പിൾ പറഞ്ഞതാണ്. ലാസ്റ്റ് വൺ ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്ലറിക്കൽ ഡ്യൂട്ടീസ്. അതായത് അവിടെ വരുന്ന റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക, ഡോക്യുമെന്റ്സ് പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നതും കളക്ട് ചെയ്യുന്നതൊക്കെ ആരാണ്? ക്ലറിക്കൽ സ്റ്റാഫുകളാണ്. ഓക്കെ,
അപ്പോ 4 കോമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞത്. മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, സബ് സർവേന്റ്, ക്ലറിക്കൽ സ്റ്റാഫ്. ഓക്കെ, വായിച്ചു നോക്കി. മാനേജ്മെന്റ് സ്ട്രക്ചർ, ഓർഗനൈസേഷണൽ കോമ്പോണൻസ് വായിക്കാം കേട്ടോ. നാലെണ്ണം ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. കോമ്പോണൻസ് സിമ്പിൾ ആണ്, പേരുകൾ മാത്രമെങ്കിലും പഠിക്കാം. ഓക്കെ, മെഡിക്കൽ, നഴ്സിംഗ്, സബ് സർവേന്റ്, ദെൻ ക്ലറിക്കൽ. ക്ലറിക്കൽ സ്റ്റാഫ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ക്ലറിക്കൽ പരമായിട്ടുള്ളത് മീൻസ് ഡാറ്റാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതായത് റെക്കോർഡ്സ് എല്ലാം സൂക്ഷിക്കുന്ന സ്റ്റാഫുകള്, അതായത് നമ്മുടെ റിസപ്ഷനിലേക്കുള്ള സ്റ്റാഫുകളൊക്കെ ഇല്ലേ, നമ്മളുടെ ഡാറ്റകളും റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ മീറ്റിംഗ്സുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക, ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നത്. റിസപ്ഷൻ ഏരിയയിലൊക്കെ വരുന്നതൊക്കെ ക്ലറിക്കൽ സ്റ്റാഫുകളായിട്ട് കൂട്ടാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കുക. പ്രോബ്ലംസ് അറ്റ് OPD. OPD വരുന്ന പ്രോബ്ലംസ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു OPD കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ OPD പല ടൈപ്പ് പ്രശ്നങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം അല്ലെ. പേഷ്യൻസിനെ സംബന്ധിച്ചും മറ്റ് ഒരുവിധ നമുക്ക് പേഷ്യൻസുകളായിട്ടുള്ളവർക്ക് ഒരുപാട് പ്രോബ്ലംസ് അവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അതിൽ ജനറൽ പ്രോബ്ലംസും ഉണ്ട്, അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസും ഉണ്ട്. അപ്പൊ ഫസ്റ്റില് നമ്മൾ നോക്കുന്നത് ജനറൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ സംഭവിക്കുന്ന ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. 2 ഡോട്ട് ടേക്കറുണ്ടോ, അതാണ് പോയിന്റ് കേട്ടോ. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഫസ്റ്റ് പ്രോബ്ലം ആണ്. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് എന്താണ് ഇത് നമുക്കൊന്ന് വായിക്കാം. അതായത് നമുക്കറിയാം, എക്സാമ്പിൾ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് വായിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആവും. അപ്പോ ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലായിരിക്കും ഇങ്ങനെ കൂടുതലും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. അതായത് നമ്മളിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റിൽ എനിക്ക് തോന്നുന്നു അത്രയും ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മള് ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും അസുഖമായിട്ട് ചെല്ലുമ്പോഴേ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും. പക്ഷെ ചിലപ്പോ ഒരു ഡോക്ടർ മാത്രമേ ഉണ്ടാകുള്ളൂ. പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, ഉണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഒരു ഡോക്ടർ ഉണ്ടാകും, ഒരുപാട് പേഷ്യൻസ് ഉണ്ടാകും. അപ്പൊ ഈ ഡോക്ടറിനെ കാണാനുള്ള ക്യൂ നിൽക്കുന്നത് വളരെയധികം ലോങ് ക്യൂ ആയിരിക്കും ഇല്ലേ? കൂടുതലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലല്ലേ അങ്ങനെ സംഭവിക്കാറ്? ആണോ? അല്ലെങ്കിൽ എന്റെ അഭിപ്രായമാണോ? പ്രൈവറ്റിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്ര അത്യാവശ്യം ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മിക്കവാറും നമ്മൾ ആശ്രയിക്കുന്ന അടുത്തുള്ള ഒരു ജനറൽ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ മിക്കവാറും ഒരു ഡോക്ടർ മാത്രമൊക്കെ ഉണ്ടാവുള്ളൂ. ചില ടൈമിലൊക്കെ ഉണ്ടാവും, എങ്കിലും അപ്പൊ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോ ഈ നിൽക്കുന്ന പേഷ്യൻസിന് ഇപ്പൊ ചിലവര് ഭയങ്കര പനി ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് പോയിക്കുന്നവരായിരിക്കാം. അപ്പൊ ഇത് ഡോക്ടറെ കാണാൻ രാവിലെ തുടങ്ങി ഉച്ച വരെ ക്യൂ നിൽക്കാന്ന് വെച്ചാല് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. ചിലപ്പോ അവർക്ക് ശാരീരികമായിട്ട് ഒട്ടും വയ്യാത്തൊരവസ്ഥയായിരിക്കും. അപ്പൊ അത്രയും ടൈം നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അല്ലെ. അപ്പോ അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ എന്താണ്? അപ്പോ ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് അല്ലെ, ഡോക്ടറിന്റെ അഭാവം, ഡോക്ടറിന്റെ എണ്ണത്തിൽ കുറവ്. പേഷ്യൻസ് ഒത്തിരി ഉണ്ട്, പക്ഷേ ഈ ഒരു ഡോക്ടറോട് ഒരു പ്രശ്നം. ഓക്കെ, നോക്കാം. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. It is found that there are large number of patients waiting in the front of doctor's room. അല്ലെ, ഒരു നീണ്ട ഒരു ക്യൂ ആയിരിക്കും ഡോക്ടറിന്റെ റൂമിന്റെ മുന്നിൽ പേഷ്യൻസിന്റെ. This is mainly due to insufficient number of doctors to serve as a compared to the number of patients who arrives the clinic. അപ്പൊ ഇതിന്റെ കാരണം എന്താണ്? ഡോക്ടറിന്റെ റൂമിന്റെ ഫ്രണ്ടിലെ പേഷ്യൻസിന്റെ ഒരു നീണ്ട ക്യൂ ആയിരിക്കും. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഡോക്ടേഴ്സിന്റെ അഭാവമാണ്. സോ പേഷ്യൻസിന്റെ എണ്ണത്തേക്കാൾ ഒരു ക്ലിനിക്കിൽ വരുന്നത് ഒത്തിരി പേഷ്യൻസ് ഉണ്ടാവും, പക്ഷെ ആ അത്രയും പേഷ്യൻസിനെ നോക്കാനുള്ള ഒരു ഡോക്ടേഴ്സ് ആ ക്ലിനിക്കില് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലില് ഉണ്ടാകില്ല. അപ്പോ അതാണ് OPD ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
insufficient doctors. ഓക്കെ, ഇത് പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ് അല്ലെ. ഒരുപാട് നേരം ക്യൂ നിന്നിട്ട് ചിലവരൊക്കെ ചിലപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകും, നിൽക്കാൻ പറ്റാഞ്ഞിട്ട് അല്ലെ. ചിലർ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകും അവര്, കാരണം ചിലപ്പോ രാവിലെ തുടങ്ങി ഉച്ച വരെയൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടാകും. ഡോക്ടർ നമ്പർ ഒരു 100 150 വരെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ അങ്ങനെ? ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കാം കുറച്ചും കൂടി ഇങ്ങനെ വരാറുള്ളത് അല്ലേ. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം കേട്ടോ. ഇനി രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിലെ പോരായ്മകൾ. അപ്പോയിന്റ്മെന്റ് എടുക്കുമല്ലോ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട്, അതിലെ പോരായ്മകൾ നോക്കാം. അപ്പോയിന്റ്മെന്റ് പേഷ്യന്റ് ഹാസ് നോ പ്രയോറിറ്റി ഓവർ നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യന്റ്. അപ്പോയിന്റ്മെന്റ് പേഷ്യൻസിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യൻസിനാണ്. This create congestions in the clinic during beginning of the day. Congestion എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ, കണ്ടീഷൻ മീൻസ് തിരക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണുമ്പോഴേ നമ്മൾ ചിലപ്പോൾ തലേ ദിവസം ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്ത് വെച്ചിട്ടുണ്ടാകും അല്ലെ. അപ്പോയിന്റ്മെന്റ് വിളിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിളിച്ചപ്പോ അവര് ഇത്ര നമ്പർ നമ്മളോട് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ടൈമിൽ ചിലപ്പോൾ പോകും ഡോക്ടറെ കാണാൻ. ചിലപ്പോ അവിടെ വന്നിട്ട് എടുക്കുന്ന പേഷ്യൻസും ഉണ്ടാകും. അതായത് ഓൾറെഡി നമ്മൾ തലേദിവസം വിളിച്ച് ബുക്കിംഗ് ഒക്കെ ചെയ്തു, നമുക്ക് നമ്പറൊക്കെ കിട്ടി. പക്ഷെ ആ ടൈമിൽ അവിടെ വന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസും ഉണ്ട്. ചില ടൈമില് നമ്മൾ ഡോക്ടറെ കാണാൻ നിൽക്കുമ്പോൾ നമ്മൾ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടാകാം. ഈ നമ്പറാണ് നമുക്ക് ഡോക്ടർ നമ്പർ കിട്ടിയത്. പക്ഷെ ആ വിളിക്കുന്ന സമയത്ത് ഈ നേരത്തെ ഓൾറെഡി ബുക്ക് ചെയ്ത ആളുകൾ അവിടെ ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ? ആളവിടെ എത്തിയിട്ടില്ല, ടോക്കൺ നമ്പറൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. പക്ഷെ അവരുടെ നമ്പർ വിളിച്ച ടൈമിൽ ആളവിടെ ഇല്ല എങ്കിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് നമ്പർ കയറില്ലേ? അവിടെ ഉള്ള ആൾക്കാർക്കല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? ആണോ? ഇതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സീറ്റ് എടുക്കും. നമ്മൾ ഓൾറെഡി തലേന്ന് ബുക്ക് ചെയ്തവരുണ്ടാകാം. ചിലപ്പോ നമ്മൾ അവിടെ മോർണിംഗ് വന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളവരുണ്ടാകാം. അപ്പോ ഈ നമ്പർ വിളിക്കുമ്പോൾ ആ നമ്പർ വിളിക്കുന്ന ആൾ അവിടെ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? അവിടെ നിൽക്കുന്നവർക്കല്ലേ മുൻതൂക്കം നമ്മൾ കൊടുക്കേണ്ടത്. സോ നമ്മൾ ഓൾറെഡി ഉള്ള നെക്സ്റ്റ് നമ്പർ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഡോക്ടറിന്റെ റൂമിലേക്ക് കയറ്റും. സോ ഇത് ആ ഒരു ഡേയുടെ ബിഗിനിങ്ങിൽ പല ആളുകളും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ വരും ഇല്ലേ. പലപ്പോഴും നമ്മള് ഡോക്ടറിന്റെ അവിടെ ക്യൂ നിൽക്കുമ്പോൾ ആളുകൾ പറയും, ചിലപ്പോ ഞങ്ങൾ ഇതിക്ക് മുന്നേ വന്നതാണ്, ഞങ്ങൾ ഇത്ര മണിക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഓൾറെഡി അവര് പറയും ഞങ്ങൾ ഇന്നലെ വിളിച്ച് ബുക്ക് ചെയ്തതാണ്. അങ്ങനെ പരസ്പരം പേഷ്യൻസ് തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ? നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാരണങ്ങളല്ലേ. ആണോ? ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിലും കുറച്ചും കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ ഉള്ള പേഷ്യൻസിനാണെന്ന്. നോൺ അപ്പോയിന്റ്മെന്റ് പ്രാധാന്യം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അവർ വിളിക്കുന്ന ടൈമിൽ അവിടെ ഉണ്ടാവില്ല. അപ്പൊ അവരവരുടെ ഇഷ്ടത്തിന് വരികയാണെങ്കിൽ ഓൾറെഡി അവിടെ വന്നിരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അപ്പൊ അവർക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇൻ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ഇനി അപ്പോ രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സും അതുപോലെ ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. രണ്ട് പ്രോബ്ലംസ് വായിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് രണ്ടെണ്ണം പെട്ടെന്ന് വായിക്കാം കേട്ടോ. സിമ്പിൾ ആണ്. നമുക്ക് നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾക്ക് പലവട്ടം നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളും തന്നെയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന വളരെ വെയിറ്റിംഗ് ടൈം നോക്കാം. ആഫ്റ്റർ
patients receive the prescription from the clinic counter, patients are directed to the medicine room to remit the fee and receive the medicines. അല്ലെ, ഇപ്പൊ നമ്മള് ഡോക്ടറെ കണ്ടതിന് ശേഷം പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ തന്നു, മെഡിസിനുള്ള പ്രിസ്ക്രിപ്ഷൻസ് തന്നു. ദെൻ നമ്മള് മെഡിസിൻ വാങ്ങിക്കാനായിട്ട് മെഡിസിൻ കൗണ്ടറിലേക്ക് ചെന്നു. മീൻസ് നമ്മൾ ഫാർമസിയിലേക്ക് ചെയ്യുമ്പോൾ പേഷ്യൻസ് എന്ത് ചെയ്യുന്നു, മെഡിസിൻ റൂം ടു റെമിറ്റ് ദ ഫീ ആണ്. നമ്മൾ ഫീസ് അടച്ചു നമ്മൾ എന്ത് ചെയ്യുന്നു, മെഡിസിൻ വാങ്ങിക്കാനായിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നു. ഇപ്പൊ മിക്ക ഹോസ്പിറ്റലുകളിലും ടോക്കൺ ഡിസ്പ്ലേ നമ്പർ സിസ്റ്റം വന്നിട്ടുണ്ട്. മീൻസ് ഓൾറെഡി ഫാർമസിയിലും ഡിസ്പ്ലേ വരാറുണ്ട് ഇല്ലേ. ഇപ്പൊ ഒരുവിധം ഹോസ്പിറ്റലുകളിലൊക്കെ അങ്ങനെ ഒരു ടോക്കൺ ഡിസ്പ്ലേ നമ്മൾ ഓൾറെഡി ഡോക്ടറെ കാണാനായിട്ട് ടോക്കൺ ഡിസ്പ്ലേ ചെയ്തതുപോലെ തന്നെ ഫാർമസിയിലും വന്നിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഫാർമസി പോയിരിക്കും അല്ലെ, ഫസ്റ്റില് നമ്മൾ ഫീസ് ഒക്കെ അടച്ചിട്ട് പേയ്മെന്റ് അടച്ചിട്ട് നമുക്ക് ചീട്ട് നമ്പർ തരും. നമ്മൾ നമ്പർ കിട്ടിയിട്ട് എന്ത് ചെയ്യും, അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ നമ്പർ അവിടെ ടോക്കൺ ഡിസ്പ്ലേയിൽ വിളിക്കുമ്പോൾ മാത്രമേ നമുക്ക് മെഡിസിൻ വാങ്ങിക്കാൻ പോകാൻ പറ്റുള്ളൂ. സോ ലോങ് വെയിറ്റിംഗ് ടൈം ആണ് നമ്മൾ മെഡിസിൻ വാങ്ങിക്കാനും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. ഓക്കെ, ഇനി നാലാമത്തെ പ്രശ്നം, ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്, സൗകര്യങ്ങളുടെ അഭാവം. ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ സൗകര്യങ്ങൾ അല്ലെ. അപ്പൊ ചില സൗകര്യങ്ങൾ ഇപ്പൊ മെഡിസിൻ വാങ്ങിക്കാനും ഡോക്ടറെ കാണാനൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ചിലപ്പോൾ ആവശ്യത്തിനുള്ള ചെയറുകൾ ഉണ്ടാവില്ല, ഇരിക്കാനായിട്ടുള്ള സ്പേസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അത്യാവശ്യം നമുക്കൊരു ദാഹിച്ചാൽ പോലും കുടിക്കാനായിട്ടൊരു ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ടോയ്ലറ്റിന്റെ സൗകര്യം, അങ്ങനെ അസൗകര്യങ്ങൾ അല്ലെ. അങ്ങനെയുള്ള കുറച്ച് സൗകര്യങ്ങളുടെ കുറവ്, അഭാവം. ഓക്കെ, ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്. അഞ്ചാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലേറ്ററി കെയർ. ട്രെയിനിങ് ഇൻസഫിഷ്യന്റ് മീൻസ് ശരിയായിട്ടുള്ള രീതിയിൽ അല്ലെ, അതായത് ഒരു അധികം ട്രെയിനിങ് ഒന്നും ഇല്ലാത്ത മെഡിക്കൽ പേഴ്സണൽ കൺസേൺ ആംബുലേറ്ററി കെയർ. ആംബുലേറ്ററി കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സ് നഴ്സസ് നമ്മളെ പരിചരിക്കുന്നത്, അതായത് ഔട്ട് പേഷ്യന്റ് ബേസിസിലുള്ള പരിചരണം. ഇപ്പൊ നമ്മള് ഇപ്പോൾ ട്രിപ്പ് ഇടാനോ ഒരു ദിവസം മീൻസ് അഡ്മിറ്റ് ആക്കുന്നില്ല, അല്ലാതെ തന്നെയുള്ള ഔട്ട് പേഷ്യന്റ് ബേസിസിലുള്ള സേവനങ്ങളെയാണ് ആംബുലേറ്ററി കെയർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോ ഒബ്സർവേഷനൊക്കെ വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് ഇടുകയോ അല്ലെങ്കിൽ ട്രിപ്പ് ഇട്ട് നമ്മൾ അവിടെ ഒബ്സർവേഷനിൽ കിടത്തും. ചിലപ്പോ എന്തെങ്കിലും ഇൻജക്ഷൻസോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നൽകിയേക്കാം. അഡ്മിറ്റ് ആക്കുന്നില്ല, അതിനാണ് ഈ ആംബുലേറ്ററി കെയർ എന്ന് പ്രതീക്ഷിക്കുന്നത്. സോ ഈ ആംബുലേറ്ററി കെയറിൽ നമുക്ക് പരിചരണം നൽകുന്ന ട്രെയിനിങ് അധികം ഇല്ലാത്ത നഴ്സുമാരുടെ ഒരു പരിചരണം. അതായത് ഇപ്പൊ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കയറിയിട്ടുള്ള സ്റ്റാഫിലേക്ക് ഉണ്ടാവില്ലേ, ചിലപ്പോൾ അവർക്ക് കാര്യമായിട്ടൊന്നും അറിയാനൊന്നും പറ്റില്ല. സോ അതാണ് ഇൻസഫിഷ്യന്റ് ട്രെയിനിങ്. അവർക്ക് ട്രെയിനിങ് ഇല്ലാത്ത ഒരു പോരായ്മ. ഓക്കെ, ചില സ്റ്റാഫുകളെ ഇപ്പൊ സീനിയർ സ്റ്റാഫിനേക്കാൾ ഇപ്പൊ സീനിയർ സ്റ്റാഫ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ചില നഴ്സസ് നമുക്ക് ഹോസ്പിറ്റലിൽ ചിലത് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇവർക്ക് എന്താ പറയാ ഇഞ്ചക്ഷൻ ചെയ്യാൻ അറിയാൻ പാടുണ്ടാവോ എന്നൊക്കെ നമുക്ക് മനസ്സിലൊരു ചെറിയ ഭയമൊക്കെ തോന്നും അല്ലെ. ഇത് പഠിച്ചിറങ്ങിയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ മീൻസ് ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി നിൽക്കുന്നവരൊക്കെ ഉണ്ടാകാം അല്ലെ. അപ്പൊ നമുക്ക് ഒരു സീനിയർ ആണെങ്കിൽ നമുക്ക് അത്ര പേടിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ചെറിയ നഴ്സുമാരെ കാണുമ്പോൾ നമുക്കൊരു അല്ലെ ഉള്ളിലൊരു ചെറിയൊരു ഭയമൊക്കെ ഉണ്ടാവില്ലേ. മീൻസ് ഇവര് അറിയാമോ എന്നൊക്കെ ഉള്ള ഒരു വിചാരം ഒരിക്കും നമുക്ക് ഇല്ലേ. ആണോ, അങ്ങനെ ആർക്കും തോന്നാറില്ല, ഒരു കുഴപ്പമില്ല ആർക്കും. ഓക്കെ, ഇപ്പൊ അതാണ് ഇവിടെ പറയുന്നത് ഇൻസഫിഷ്യന്റ് ട്രെയിനിങ്ങിന്റെ അഭാവം. സിക്സ്ത് വൺ, fragmentation of care, poor communication and inadequate understanding of their demands. ഫ്രാഗ്മെന്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ വിഘടനം, കെയറിലുള്ള ഒരു വിഘടനം മീൻസ് പരിചരണത്തിന്റെ ഒരു പോരായ്മകൾ അല്ലെ. ചില സമയത്ത് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭാവങ്ങൾ, സൗകര്യങ്ങളുടെ അഭാവം, പല സൗകര്യങ്ങളുടെ കുറവുണ്ടാവും. നമ്മൾ ഡോക്ടറെ വെയിറ്റ് റൂമിൽ ഇരിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ചെയർ ഉണ്ടാവില്ല ഇരിക്കാൻ, ആവശ്യത്തിനുള്ള ചെയർ ഉണ്ടാവില്ല. ചിലപ്പോ ഒരു നമുക്ക് എന്താണ് നമുക്ക് ദാഹിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുറച്ച് സൗകര്യങ്ങളുടെ പോരായ്മകൾ. ക്ലിയർ ആയോ? ചിലയിടത്തൊക്കെ അധികം ഇരിക്കാൻ ചെയറുകളൊന്നും ഉണ്ടാവില്ല, ഇതൊന്നും നമ്മൾ കാലം വരയ്ക്കുക ആവശ്യമാകും അല്ലെ. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബെഞ്ചസ് ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്, അധികം എന്താ പറയാ ചെയറുകളൊക്കെ അധികം ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോ 1-2 ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഇരിക്കും. അപ്പൊ ബാക്കിയുള്ളവര് അത്രയും ടൈം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണല്ലോ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്, അവർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ക്ലിയർ ആണോ? ഫെസിലിറ്റി എന്താണെന്ന്, സൗകര്യങ്ങളുടെ കുറവ്.
അപ്പോ 6th വൺ ആണ് ഇവിടെ പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ. ഫ്രാഗ്മെന്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ വിഘടനം, അതായത് പരിചരണത്തിന്റെ വിഘടനം, അതായത് ഒരു എന്താ പറയാ കെയറിന്റെ ഒരു വിഘടനം. അതായത് കെയർ നൽകുന്നത് ചിലപ്പോ ആംബുലേറ്ററി കെയർ മീൻസ് എന്താ പറഞ്ഞത്, ഔട്ട് പേഷ്യന്റ് ബേസിസിലുള്ള കെയർ, അതായത് അഡ്മിറ്റ് ചെയ്യാതെ തന്നെ ഇപ്പൊ ട്രിപ്പൊക്കെ ഇട്ട് നമ്മൾ അവിടെ ഒബ്സർവേഷൻ ഒക്കെ കിടത്തുന്ന ഒരു സാഹചര്യം. ഓക്കെ, അപ്പോ ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ മീൻസ് പരിചരണത്തിലുള്ള ഒരു അഭാവം എന്ന് തന്നെ പറയാം, വിഘടനം അല്ലെ. ശരിയായിട്ടുള്ള രീതിയിൽ നമുക്കൊരു കംഫോർട്ട്, പേഷ്യന്റിന് കംഫോർട്ട് അല്ലാത്ത രീതിയിൽ ഒരു പരിചരണം ലഭിക്കുക. പൂർ കമ്മ്യൂണിക്കേഷൻ അല്ലെ, അതായത് ഡോക്ടേഴ്സും സ്റ്റാഫുകളും പേഷ്യൻസ് ഒക്കെ തമ്മിൽ ഒരു മോശമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ചില സ്റ്റാഫുകളൊക്കെ നമ്മളോട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അവർക്ക് പറയാൻ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എല്ലാ സ്റ്റാഫുകളും അല്ല എങ്കിലും ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ഒരു മോശമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. Then inadequate understanding of their demands. അതായത് inadequate understanding, inadequate means നമുക്ക് എന്താ പറയാ, ആവശ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അപര്യാപ്തമായിട്ടുള്ള, അതായത് ഇപ്പൊ പേഷ്യൻസ് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അവരോട് അല്ലെ, ഒരു നേഴ്സിനോട് ചോദിക്കുമ്പോൾ അത് ശരിയായിട്ടുള്ള രീതിയിൽ അതിനുള്ളൊരു മനസ്സിലാക്കാതെ ഒരു ആൻസർ കൊടുക്കാത്ത ഒരു അവസ്ഥ. നമ്മളിപ്പോ എല്ലാ പേഷ്യൻസിനും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ലല്ലോ. സോ നമ്മൾ എന്തെങ്കിലും അവരോട് ഡൗട്ട് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അത് നമ്മളത് മനസ്സിലാക്കാത്ത രീതിയിൽ നമ്മളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കാതെ പെരുമാറുക. ഇപ്പൊ ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ കെയറിലുള്ള ഒരു അഭാവം, അതുപോലെ തന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ല, ശരിയായിട്ടുള്ള രീതിയിലല്ലാത്ത കമ്മ്യൂണിക്കേഷൻ സ്റ്റാഫ് പേഷ്യൻസ് തമ്മിലൊക്കെ വരുന്നത്. ദെൻ അവരുടെ പേഷ്യൻസിന്റെ ഡിമാൻഡ്സ്, അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ഡൗട്ട്സുകളോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് മനസ്സിലാക്കാതെയുള്ള അവരുടെ ഒരു പെരുമാറ്റങ്ങൾ. Then 7th one, an organizational structure geared to traditional preference and needs the providers. അത് റൂൾസ് അവർ കീപ്പ് ചെയ്യണം. അല്ലാതെ വരുന്ന നമുക്ക് ജനറൽ ആയിട്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അറിയില്ല എന്നുള്ളത് അന്വേഷിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഇത് എന്തിനു വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്, നമുക്കത് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ അത് നമ്മൾക്ക് എന്താണോ പേഷ്യൻസിന് അറിയില്ലാത്തത് അത് പറഞ്ഞു തരാനുള്ള റൂൾസും അതേ റെഗുലേഷൻസും അവരവരുടെ പ്രോട്ടോകോൾസ് ഒക്കെ പാലിക്കണം. എങ്കിലും പേഷ്യൻസിന്റെ നീഡ്സ് അനുസരിച്ചിട്ട് അവരോട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടി സ്റ്റാഫുകൾക്ക് ഉണ്ട്. സോ അങ്ങനെ ചെയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ പ്രോബ്ലത്തിൽ പറയുന്നത് കേട്ടോ. റൂൾസ് റെഗുലേഷൻസ് ഒക്കെ അവർ പാലിക്കണം. ഇപ്പൊ സ്കാനിങ് അങ്ങനെ ചില റിപ്പോർട്ടുകളൊന്നും അവർ പറയാൻ പാടില്ല എന്നാണ്. അത് ഓക്കെ അവർ കീപ്പ് ചെയ്യാം. അല്ലാതെ വരുന്നത് ജനറൽ ആയിട്ട് നമുക്ക് OPD പ്രശ്നങ്ങളല്ലേ, അപ്പോ എന്തെങ്കിലും ചിലപ്പോ എന്തെങ്കിലും ഒരു ഫീസിന്റെയോ എന്തെങ്കിലും കാര്യങ്ങളായിക്കൊള്ളട്ടെ, അപ്പൊ അത് ചോദിക്കുമ്പോൾ അത് നമ്മളുടെ പേഷ്യൻസിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് അവർ പറഞ്ഞു കൊടുക്കും. ഓക്കെ, then 7th one, an organizational structure geared to traditional preference and needs of providers. അല്ലെ, അതായത് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഗിയർഡ് ടു ട്രഡീഷണൽ. ഗിയർഡ് ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പരമ്പരാഗത സിസ്റ്റം തുടർന്നു കൊണ്ടുപോകുന്ന ട്രഡീഷണൽ ആയിട്ട് തുടരുന്ന ഹോസ്പിറ്റലുകൾ അതൊരു പ്രശ്നം തന്നെയാണ്. അതായത് ഇപ്പോഴും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാത്ത ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാവും. കൂടുതലും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. മുമ്പ് നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ചെറിയൊരു ചീട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഓരോ പേഷ്യന്റിനും ഓരോ ഫയലാണ് അല്ലെ, ആ ഫയലിലാണ് നമ്മൾ അവിടെ എന്താ രജിസ്ട്രേഷൻ ചെയ്തു. നമ്മൾ നമ്പർ പറയുമ്പോൾ അവരെന്ത് ചെയ്യും, ആ ഫയലാണ് എടുക്കുന്നത്. ആണോ? ആ ഫയലായിട്ടാണ് നേഴ്സ് ഡോക്ടറിന്റെ റൂമിലേക്ക് വരാറുള്ളത് അല്ലേ? ആണോ? കുറെ കാലങ്ങൾക്ക് മുൻപ് അങ്ങനെയായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഒരു പേഷ്യന്റ് കേസ് ഫയൽ ഉണ്ടാകും. ആ ഫയലാണ് ഡോക്ടർ ഫയൽ നോക്കിയിട്ട് ഡോക്ടർ നമ്മൾ ദൂരത്തിന്റെ പ്രിന്റ് ചെയ്തിട്ട് ആ ഡേറ്റില് നമ്മളുടെ ഡീറ്റെയിൽസ് ആണ് എഴുതുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്നങ്ങനെ ഫയൽ സിസ്റ്റം ഉണ്ടോ? വളരെ കുറവാണ് അല്ലെ? ഇപ്പോഴും അങ്ങനെയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോഴും പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ തുടർന്നുകൊണ്ട് പോകുന്നുണ്ടെന്ന്, അതൊരു പ്രശ്നമാണെന്നാണ് ഇവിടെ പറയുന്നത്. പ്രശ്നം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. കമ്പ്യൂട്ടറൈസ്ഡ് ആകുമ്പോൾ കുറച്ചും കൂടി എന്താ പറയാ, കാര്യങ്ങൾ പെട്ടെന്ന് ഈസി ആക്സസബിൾ ആണ് അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ റൂമിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഫാർമസിയിലാണെങ്കിലുണ്ട്. ഡോക്ടേഴ്സ് എഴുതുന്ന നേരത്തിനുള്ളിൽ നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ പേഷ്യൻസിന്റെ വിവരങ്ങൾ
പ്രിന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ മെഡിസിൻസ് കാര്യങ്ങൾ കുറിക്കൊന്നും വേണ്ടാലോ, അത് സിസ്റ്റത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് പേഷ്യൻസ് നമുക്ക് വിളിക്കാം അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പ്രോബ്ലം ആയിട്ട് പറയുന്നത്, വേറൊന്നുമില്ല. ഇപ്പോഴും ഈ ട്രഡീഷണൽ ആയിട്ടുള്ളത് ഈ ഫയൽ സിസ്റ്റം തുടരുന്നത് അതൊരു പ്രോബ്ലം ആയിട്ടാണ് ഇവിടെ പറയുന്നത്. പ്രോബ്ലം മീൻസ് അത് മാറ്റിയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആകുന്നത്. ഇപ്പൊ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളായാലും പെട്ടെന്ന് പേഷ്യൻസിന് നമുക്ക് ഡോക്ടേഴ്സിന് കൺസൾട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് അവിടെ പ്രോബ്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ, കുറച്ച് ഫാസ്റ്റ് ആക്കാവുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിരോധം, മാറ്റത്തിനുള്ള ഒരു പ്രതിരോധം കാണാതെ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ട്രഡീഷണൽ ആണ്, അപ്പൊ അതിൽ നിന്നും ഒരു മാറ്റം വേണം അല്ലെ. അതായത് ട്രഡീഷണൽ ഫയൽസ് ഇതൊക്കെ മാറി അതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ആക്കുക, ഒരു മാറ്റം ഉണ്ടാകണം. ഓക്കെ, ഇത്രയുമാണ് ജനറൽ പ്രോബ്ലംസിൽ പറയുന്നത്. 8 പ്രോബ്ലംസ് ആണ്, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സിമ്പിൾ ആണ്, നമ്മളുടെ നമ്മൾ റിയൽ ലൈഫിലുള്ള അനുഭവങ്ങൾ തന്നെയാണ് പറയുന്നത് അല്ലെ. ഒന്ന് വായിക്കുക. ജനറൽ പ്രോബ്ലംസ് 8 പോയിന്റ് ഉണ്ട്, 8 വായിച്ചു നോക്കാം. ടെക്സ്റ്റ് നമ്മൾ സ്പെസിഫിക് പ്രോബ്ലംസ് ആണ് പറയുന്നത്. ജനറൽ പ്രോബ്ലംസ് പെട്ടെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ജനറൽ പ്രോബ്ലംസ് ആണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് നോക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, duties undertaken by the auxiliaries are done hurriedly in order to keep pace with the consultation of doctors. This creates inappropriate documentation. ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ ആരാണ്? സഹായക സ്റ്റാഫ്. ഡോക്ടേഴ്സിന്റെ ഒപ്പം ഒരു സ്റ്റാഫ് ഉണ്ടാവും. OP അസിസ്റ്റന്റ് എന്നൊക്കെ പറയും. ഡോക്ടറിന്റെ റൂമിൽ ഒരു നേഴ്സ് ഉണ്ടാവാറില്ലേ? നേഴ്സ് ഉണ്ടാവില്ലേ? നമ്മള് വിളിച്ച് ആ നേഴ്സല്ലേ നമ്മൾ ഡോക്ടറിന്റെ റൂമിലേക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ ബൈ ഓക്സിലറീസ് ആർ ഡൺ ഹർലി ഇൻ ഓർഡർ ടു കീപ് പേസ് വിത്ത് കൺസൾട്ടേഷൻ ഓഫ് ഡോക്ടേഴ്സ്. അതായത് നമ്മള് ഡോക്ടേഴ്സിന്റെ റൂമിൽ നിൽക്കുന്ന ആ ഒരു സ്റ്റാഫാണ് ഈ ഓക്സിലറീസ് ഉദ്ദേശിക്കുന്നത്. സോ ഒരു പേഷ്യന്റ് ഡോക്ടറുടെ റൂമിൽ വന്നു, ഡോക്ടർ പരിശോധിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ഓക്സിലറി സ്റ്റാഫാണ് ആ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത്. പേഷ്യന്റിനോട് പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നത്, ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത്. സോ ഹറിഡ്ലി മീൻസ് പെട്ടെന്ന് തിടുക്കത്തിലുള്ള, അതായത് ചിലപ്പോ ഈ ഡോക്ടർ പറയുന്നത് ഈ ഓക്സിലറി സ്റ്റാഫ് തിടുക്കത്തിൽ ധൃതി പിടിച്ചിട്ട് എഴുതും. തിരക്കിട്ട് എഴുതുമ്പോൾ അതില് ഇൻഅപ്രോപ്രിയേറ്റ് ആകാൻ ചാൻസ് ഉണ്ട് ഡോക്യുമെന്റേഷൻ. അതായത് സാവകാശം എഴുതാതെ ഡോക്ടർ പറയുമ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ച് ഹറിഡ്ലിയായിട്ട് ധൃതി പിടിച്ച് എഴുതുമ്പോൾ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരാം. ചിലപ്പോൾ മെഡിസിനൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു ട്രീറ്റ്മെന്റിന്റെയോ നമ്മൾ ഓരോ പേഷ്യൻസിന്റെ എഴുതുമ്പോൾ അവര് എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഡോക്ടർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഓക്സിലറി സ്റ്റാഫ് അവര് ഡോക്യുമെന്റേഷൻ എഴുതും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോ ആ എഴുതുന്നത് തിരക്ക് പിടിച്ചിട്ട് ധൃതി കൂട്ടി എഴുതുമ്പോൾ അതില് മിസ്റ്റേക്കുകൾ വരാം. ഓക്കെ, അതാണ് ഒന്നാമത്തെ സ്പെസിഫിക് പ്രോബ്ലം. Then second one, auxiliary staff sometimes misbehave with the patient. ഈ നിൽക്കുന്ന ഓക്സിലറി സ്റ്റാഫ്, ഡോക്ടേഴ്സിന്റെ റൂമിലുള്ള ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് ചില ടൈമില് മിസ്ബിഹേവ് ആയിട്ട് പേഷ്യൻസിനോട് പെരുമാറാറുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ പെരുമാറിയ അനുഭവം ഉണ്ടോ? ചിലപ്പോ അവര് തിരക്കിന്റെ ഇടയിൽ നമ്മൾ ചോദിക്കുമ്പോ ഒന്നും പറയാറില്ല അല്ലെ.
അങ്ങനെയുള്ള സ്റ്റാഫുകൾ ചിലപ്പോ മിസ്ബിഹേവിയർ ആയിട്ട് പേഷ്യൻസിനോട് പെരുമാറുന്നു. അതാണ് രണ്ടാമത്തെ പ്രോബ്ലം. ഓക്കെ ഉണ്ട്. ഓക്കെ പലവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ ചിലപ്പോ അത് അവരുടെ തിരക്ക് കാര്യങ്ങൾ കൊണ്ടാകാം അല്ലെ. മൂന്നാമത്തെ പോയിന്റ്, ഇൻ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം patients start accumulating even before office time start, creating a long queue of patients even before arrival of doctors. അല്ലെ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ അഭാവം. അതായത് ഇപ്പോ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ അഭാവം അതായത് എന്താണ്, ഇപ്പൊ നമ്മള് കമ്പ്യൂട്ടറൈസ്ഡ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി തലേ ദിവസമൊക്കെ വിളിച്ച് ബുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ ഓക്സിലറി സ്റ്റാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന്റെ റൂമിൽ നിൽക്കുന്ന സ്റ്റാഫുകള്, സഹായകമായിട്ടുള്ളവര്. ഓക്കെ അതായത് OP അസിസ്റ്റന്റ് എന്ന് പറയും. നഴ്സിംഗ് സ്റ്റാഫ് അല്ല, അവര് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണത്. OP നിൽക്കുന്നത് OP അസിസ്റ്റന്റ് എന്നും പറയാം. ഡോക്ടറിന്റെ റൂമുകളിൽ നിൽക്കാറില്ലേ അവര്, ആ സ്റ്റാഫുകള്. ഓക്കെ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ അഭാവം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ അഭാവമാണ്. അപ്പോ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ അഭാവം മൂലം പേഷ്യൻസ് അക്യുമുലേറ്റിംഗ് ഈവൻ ബിഫോർ ഓഫീസ് ടൈം, ഓഫീസ് ടൈം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പേഷ്യൻസ് കുന്നുകൂടി നിൽക്കുക, ക്രിയേറ്റിംഗ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യന്റ് ബിഫോർ അറൈവൽ ഓഫ് ഡോക്ടർ. ഡോക്ടർ വരുന്നതിന് മുന്നായിട്ട് തന്നെ ഡോക്ടറിന്റെ റൂമിന്റെ ഫ്രണ്ടില് ആളുകൾ എന്ത് ചെയ്യും, വളരെ വലിയൊരു ക്യൂ ആയിട്ട് നിൽക്കുക. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ശരിയായിട്ടുള്ള രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് അവരിങ്ങനെ തിരക്കിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ആളുകൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇടക്കിട്ട് കയറലും പ്രശ്നങ്ങളൊക്കെ വരും അല്ലെ. അപ്പൊ അതൊരു പ്രശ്നമാണ്, ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. Then fourth one, interruption of consultation or investigation. Interruption എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടസ്സങ്ങള്, ബുദ്ധിമുട്ടുകള്. ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ, ഡോക്ടറെ കാണാനും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റുകളൊക്കെ നടത്താനും വരുന്ന തടസ്സങ്ങള്. Okay, then lack of privacy. Fifth one, lack of privacy. Lack of privacy എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രൈവസിയുടെ അഭാവം. അതായത് ഇപ്പോ ചില ഹോസ്പിറ്റലുകളൊക്കെ പറയുമ്പോൾ ഓൾറെഡി ഡോക്ടേഴ്സിന് ഓരോ സെപ്പറേറ്റ് റൂം ഉണ്ടാകും. അല്ലാതെ ചില ഹോസ്പിറ്റലുകളിലാണെങ്കിൽ എന്താണ്, വലിയൊരു ഹാളിലൊക്കെ ആയിരിക്കും. ഇപ്പോ തോന്നുന്നു ചില ഹോസ്പിറ്റലുകളിൽ സ്പേസ് മീൻസ് ഡോക്ടേഴ്സിന്റെ സ്പെഷ്യൽ റൂമിനുള്ള സ്പേസ് ഇല്ലായെങ്കിൽ ചിലപ്പോൾ അവരൊരു വലിയ ഹാളിലൊക്കെ ആയിട്ടായിരിക്കും ഡോക്ടർ ഇരിക്കുന്നത്. അപ്പൊ അതൊരു പ്രൈവസിയുടെ ഒരു അഭാവമുണ്ട്. ഇപ്പൊ പേഷ്യൻസിനായെങ്കിലും എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് എന്തെങ്കിലും ഒന്ന് മീൻസ് ടെസ്റ്റ് നോക്കാനോ അല്ലെങ്കിൽ പറയാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൾ പേഷ്യൻസിന് ഉണ്ടാകും അല്ലേ. അപ്പൊ അതാണ് ലാക്ക് ഓഫ് പ്രൈവസി. Then sixth one, illegible handwritten writing of doctors. ഡോക്ടേഴ്സിന്റെ മനസ്സിലാവാത്ത രീതിയിലുള്ള ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് വായിക്കാൻ പറ്റാറുണ്ടോ? ഡോക്ടർ എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം പലതവണയും അല്ലെ, ശ്രമിച്ചിട്ടുണ്ടാരെങ്കിലും എന്താണാവോ ഡോക്ടർ എഴുതിയിരിക്കുന്നത്, എന്ത് ഭാഷയെന്ന് പോലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാകും അല്ലെ. ഇംഗ്ലീഷിലല്ലോ എഴുതുന്നത്, ഇംഗ്ലീഷിലൊരു ലെറ്റർ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും പല ഡോക്ടേഴ്സിന്റെ അല്ലെ. സോ അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ നമ്മളൊരു മെഡിക്കൽ ഷോപ്പിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവര് വായിക്കാറുണ്ട് കുറച്ച്. ചില ഡോക്ടേഴ്സിന്റെ ഒക്കെ ക്ലിയർ ആണ് കേട്ടോ. പക്ഷെ നമുക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ കൊടുക്കുമ്പോൾ അവര് വായിച്ച് കൃത്യമായിട്ട് നമുക്ക് മെഡിസിൻ തരാറില്ലേ, ഉണ്ടോ? അത് ഓൾറെഡി അവർ എക്സ്പീരിയൻസ്ഡ് ആണ് ഈ ഒരു ഹാൻഡ് റിട്ടൺ വായിച്ച്. ഓക്കെ, അപ്പൊ അതൊരു പ്രശ്നമാണ്. Then polypharmacy, seventh one ആണ് polypharmacy. Polypharmacy എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യന്റിന് നമ്മള് ഒരു അസുഖത്തിന് തന്നെ ഒന്നിലധികം ഒരുപാട് മെഡിസിൻസുകൾ കൊടുക്കൂലേ, ഒരുപാട് മെഡിസിൻസുകൾ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. അതായത് എന്താണ്, ഇപ്പൊ ഒരു അസുഖത്തിന് തന്നെ ഇപ്പോ ഒരു ഗ്യാസിന്റെ എന്ത് കൊടുക്കും, അല്ലാതെ ഇപ്പൊ നമ്മള് ആന്റിബയോട്ടിക് ഒക്കെയാണ് പേഷ്യന്റിന് കൊടുക്കുന്നെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ ഗ്യാസ് ഫോം ചെയ്യാനുള്ള പ്രശ്നങ്ങളൊക്കെ വരും. സോ നമ്മളൊരു ഗ്യാസിന്റെ മെഡിസിൻ കൊടുക്കും. അല്ലാതെ തന്നെ ഒത്തിരി മെഡിസിൻസ് കൊടുക്കുമ്പോൾ പേഷ്യൻസിനും ചിലപ്പോ അത് കൺഫ്യൂഷൻ ഒക്കെ വന്നേക്കാവുള്ളൂ. പക്ഷെ മെഡിസിൻസ് കഴിക്കണം അല്ലെ. അപ്പൊ അതിനാണ് ഈ പോളിഫാർമസി എന്ന് ഉദ്ദേശിക്കുന്നത്, ഒന്നിലധികം മെഡിസിൻസ് കൊടുക്കുന്നത്. ഓക്കെ, then eighth one, queues are not properly maintained. ക്യൂ ഒന്നും ശരിയായ രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാതെ പോകുന്നത്, ഇടക്കിട്ട് കയറുന്ന പ്രശ്നം നമ്മൾ പലപ്പോഴും പല ആളുകളും ചെയ്യാറുണ്ടോ അങ്ങനെ? ക്യൂ നിന്നുകൊണ്ട് ഇടക്കിട്ടൊക്കെ കയറുന്ന ഒരു സ്വഭാവമുണ്ട് ചില ആളുകൾ. അപ്പൊ അവിടെ ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാകും. Then ninth one, prescribed medicine are not always available at the pharmacy.
ഡോക്ടർ എഴുതിയ മെഡിസിൻ ചിലപ്പോൾ ഫാർമസിയിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടി പുറത്തേക്ക് ഹോസ്പിറ്റലിൽ പുറത്ത് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കേണ്ടതായിട്ട് വന്നേക്കാം. Tenth one, use of trade name of medicine by doctors creates confusion to patients. When different named medicine of the same genera are supplied to the patients, ഡോക്ടേഴ്സ് മെഡിസിന്റെ പേര് എഴുതുമ്പോൾ ട്രേഡ് നെയിം യൂസ് ചെയ്തത് അതൊരു പ്രശ്നമാണ്. അതായത് ഒരു മെഡിസിന് തന്നെ പല ട്രേഡ് നെയിമുകൾ ഉണ്ടാവും. സംഭവം സെയിം ആയിരിക്കും, കണ്ടന്റ് സെയിം ആയിരിക്കും, പക്ഷെ പേരുകൾ തമ്മിൽ വ്യത്യാസം വരും. ട്രേഡ് നെയിം, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പാരസെറ്റാമോൾ അല്ലെ, പാരസെറ്റാമോളിന് തന്നെ നമ്മള് ഡൈമാഡോ എന്ന് പറയും, ട്രേഡ് നെയിം ആണ് അതിന്. ഓക്കെ, അപ്പൊ അതിനുള്ള കണ്ടന്റ് സെയിം ആയിരിക്കും, പക്ഷെ ട്രേഡ് നെയിമിൽ വ്യത്യാസം വരും. അത് പലപ്പോഴും പേഷ്യൻസിന് കൺഫ്യൂഷൻ വന്നേക്കാം. സോ അതൊരു പ്രശ്നമാണ്. ചില ആളുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇച്ചിരി പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഷുഗറിന്റെയും പ്രഷറിന്റെയും ഒക്കെ മെഡിസിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ കമ്പനി വ്യത്യാസം ഉണ്ടാവും, കണ്ടന്റ് സെയിം ആയിരിക്കും, ചിലപ്പോൾ കളർ ഇച്ചിരി വ്യത്യാസം ഉണ്ടാകും ഇല്ലേ. അപ്പൊ അത് കഴിക്കാനായിട്ട് പേടിയായിരിക്കും അല്ലെ. ചിലവര് കഴിക്കില്ല, അത് ഇതെല്ലാം മെഡിസിൻ എന്ന് പറയും ഇല്ലേ, പറയാറുണ്ടോ അങ്ങനെ? നിങ്ങളുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലേ കമ്പനി ചിലപ്പോൾ കമ്പനി മാറിയിട്ടുണ്ടാവും. അപ്പൊ കമ്പനി മാറുമ്പോ പക്ഷേ മെഡിസിൻസിലെ കണ്ടന്റ് സെയിം ആയിരിക്കാം, കമ്പനി മാറുമ്പോൾ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. ചിലപ്പോൾ ഷേപ്പിൽ വ്യത്യാസം വരാം, കളറിൽ വ്യത്യാസം വരാം അല്ലെ. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതൊരു കൺഫ്യൂഷൻ ആണ്, കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണത് അല്ലെ. നമുക്കൊരു പേടിയായിരിക്കും, അത് തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ട് ആയിരിക്കും. കണ്ടന്റ് സെയിം ആണെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല, അത് തന്നെ പറയുന്നത്. അതൊരു പ്രശ്നമാണല്ലോ അപ്പൊ അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, പ്രശ്നമാണ്. കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻ തന്നെ എഴുതി കൊടുക്കുക, ട്രേഡ് നെയിം എഴുതാൻ പാടില്ല. Then 11th one, no clear advice about when how long to take medicine. ഇനി ശരിയായിട്ടുള്ള രീതിയിൽ അഡ്വൈസ് കൊടുക്കാത്തത്, ഈ മെഡിസിൻ എപ്പോ കഴിക്കണം, എത്ര ദിവസം, എത്ര നേരം, എല്ലാ ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്, എങ്കിലും കൊടുക്കാതിരിക്കുന്നത് ഒരു പ്രോബ്ലമാണ്. Then sometimes wrong medicine are given by pharmacist. ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് തെറ്റായിട്ടുള്ള മെഡിസിൻസ് തരുന്നത് മനഃപൂർവ്വമല്ല, അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുന്നതായിരിക്കാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾക്ക് വിശ്വാസം ഒരിക്കലും നമ്മൾ നോക്കാറൊന്നുമില്ല ആരും. പക്ഷെ എപ്പോഴും എന്ത് വേണം, മെഡിസിൻസ് തരുമ്പോ മെഡിസിൻസ് കഴിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതിന് മുൻപ് സെയിം ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതിയ മെഡിസിൻ തന്നെയാണോ, മെഡിസിൻസിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. എത്ര പേര് അങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട്? നമ്മൾ ഓൾറെഡി അവരെടുക്കുന്നത് കറക്റ്റ് ആയിരിക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മളിലുള്ളത് ഇല്ലേ, ആണോ? പലവർക്കും അങ്ങനെയാണ്, അവരെടുത്ത് തരുന്നത് തെറ്റിപ്പോകില്ല, ഫാർമസിന്നല്ലേ നമുക്ക് എടുത്ത് തരുന്നത് അവര് അല്ലെ. അപ്പൊ അവർ അറിവുള്ളവരാണ്, തെറ്റില്ല എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് എപ്പോഴും. പക്ഷെ അങ്ങനെയല്ല, മാക്സിമം നിങ്ങള് ചെക്ക് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഒന്ന് ഡേറ്റ് ഒക്കെ നോക്കാം, പേരൊക്കെ സെയിം ആയിരിക്കും നോക്കി, എങ്കിലും ആ മെഡിസിന്റെ ഡേറ്റ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. നോക്കാറുണ്ടോ അങ്ങനെ? കുറച്ചുപേരൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാകും അല്ലെ. ഓക്കെ, ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഓക്കെ, കണ്ടന്റ് വരെ നോക്കാറുണ്ട്, നല്ല കാര്യം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലിയർഡ് ടോയ്ലറ്റ്സ് അല്ലെ. അതായത് ടോയ്ലറ്റ്സിന്റെ അഭാവം. ഇനി ഉള്ള ടോയ്ലറ്റ്സ് ആണെങ്കിൽ ഒരു ക്ലീൻ ഇല്ലാത്ത, ഒരു വൃത്തിയില്ലാത്ത ഒരു ടോയ്ലറ്റ്സുകൾ. ഓക്കെ, ഇത്രയുമാണ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് പറയുന്നത്. നമ്മൾ ജനറൽ പ്രോബ്ലംസും സ്പെസിഫിക് പ്രോബ്ലംസും ആണ് നോക്കിയത്. ഇനി വരുന്നത് ഈ പ്രോബ്ലംസിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് മെത്തേഡ്സ് ടു സോൾവ്. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ പ്രശ്നങ്ങളാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ബാൻ ചെയ്ത് ടാബ്ലറ്റ് സപ്ലൈ ചെയ്യാറൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അതൊക്കെ നല്ല കാര്യമാണ്. നമ്മൾ അവരിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മളാണ് മെഡിസിൻ കഴിക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. തെറ്റ് മനുഷ്യ സഹജമാണ് അല്ലെ, അവർക്ക് വേണമെങ്കിലും തെറ്റുകൾ സംഭവിക്കാം. സോ നമ്മളത് നമ്മളുടെ ഭാഗത്തു നിന്നാണ് നമ്മളത് നോക്കേണ്ടത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾക്ക് പ്രോബ്ലംസ് വരെയാണ് നിർത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സില് മെത്തേഡ് ടു സോൾവ് കേട്ടോ, മെത്തേഡ് ടു സോൾവ് പ്രോബ്ലം ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആണോ? ഷോർട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങളുടെ അഭാവം. ഇപ്പൊ നിങ്ങള്
ഡോക്ടറെ കാണാൻ നിൽക്കുന്നിടത്ത് ഒരു ചെയറുകൾ ഉണ്ടാവില്ല, ഒന്ന് ഇരിക്കണം തോന്നി ഒരു ചെയറില്ല, ഒരു ബെഞ്ചില്ല, അല്ലെങ്കിൽ അത്യാവശ്യം വെള്ളം കുടിക്കണമെന്ന് തോന്നി അവിടെ ഒരു വെള്ളം പോലും കുടിക്കാനുള്ള കുടിവെള്ളം പോലും വെച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ സൗകര്യങ്ങളുടെ കുറവാണ്, പോരായ്മയാണ്. ഓക്കെ, രണ്ട് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ചെയറില്ല, അല്ലെങ്കിൽ കുടിക്കാനുള്ള ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. ഓക്കെ, ബാക്കി എടുത്തത് എത്ര ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇവിടെ വരെ നന്നായിട്ട് വായിക്കണം. നെക്സ്റ്റ് വൺ നമുക്ക് മെത്തേഡ്സ് ടു സോൾവ് ആണ് ഇനി എടുക്കാനുള്ളത്. ഓക്കെ, എടുത്തെടുത്ത് പോകുന്നത്രയും പഠിച്ചു പോവുക. നിങ്ങൾ ലാസ്റ്റ് ടൈമിലേക്ക് വേണ്ടി പഠിക്കാൻ മാറ്റി വെക്കണ്ട. പറയാറുള്ളത് പോലെ ഓരോ ദിവസവും കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് പോയാൽ എക്സാം സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് നമ്മുടെ ടെൻഡൻസി ആണത് എക്സാമിന്റെ ഡേറ്റ് വരുമ്പോൾ പഠിക്കാൻ വേണ്ടി ഇരിക്കാന്നുള്ളത് അല്ലെ. ആ ടെൻഡൻസി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Madam. Hello. In the number in the group, student group in the add here. Hello. Ma'am, Okay, കിട്ടിയോ? പറഞ്ഞോളൂ. Ma'am, ഒരു ഡൗട്ട്. അതെ. ഡൗട്ട്സ് ഉണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാട്ടോ. ഡൗട്ട് ചോദിച്ചാൽ പോയി തോന്നുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, സോറി ഞാൻ പറയാൻ വിട്ടു കേട്ടോ ക്ലാസ്സിന്റെ ഇടയിൽ. അപ്പൊ ഇനി അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും കേട്ടോ. അപ്പൊ നല്ലൊരു വർഷം ആശംസിക്കുന്നു. അതോടൊപ്പം പഠിക്കാം നല്ല രീതിയിൽ. ഓക്കെ.